നമസ്തേ അഹമ്മദ് മാഷേ. നമസ്തേ. അമിത്ഷാ വന്നു മടങ്ങി. അദ്ദേഹം പല പ്രസ്താവനകളും നടത്തി, പല ചടങ്ങുകളിലും പങ്കെടുത്തു. അതിൽ ശ്രദ്ധേയമായിട്ടുള്ളത് മിഷൻ കേരള 2026 എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ചടങ്ങായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം നടത്തിയ പ്രസ്താവനകളിൽ എഴുന്നു നിൽക്കുന്നത് ഒരു കാര്യമാണ്. അതായത് ശബരിമല കൊള്ളയെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ FIR പൂവർലി ഡ്രാഫ്റ്റഡ് എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അത് ശരിയായിട്ട് തയ്യാറാക്കിയതല്ല. രണ്ടാമത്തെ ഏറ്റവും സുപ്രധാനമായിട്ടൊരു കാര്യം നമ്മൾ കാണേണ്ടത്, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, കേരള ഗവൺമെൻറ് ഈ അന്വേഷണം ന്യൂട്രൽ, ആ വാക്കാണ് ഉപയോഗിച്ചത്, ന്യൂട്രലായിട്ടുള്ള ഒരു ഏജൻസിയെ ഏൽപ്പിക്കണം. മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞ കാര്യമല്ല, പറയാത്ത കാര്യം. ഈ പ്രാവശ്യം അദ്ദേഹം വന്നത് വളരെ ശാന്തമായിട്ടുള്ള ഭാവത്തോടു കൂടിയും, സാധാരണഗതിയിൽ കേരള ഗവൺമെൻറ്റിനെതിരെ മര്യാദയ്ക്ക് പ്രവർത്തിച്ചില്ലെങ്കിൽ വലിച്ചെറിയും എന്നുള്ള ഒരു അഗ്രസീവ് ലാംഗ്വേജിലാണ് നേരത്തെ അദ്ദേഹം വന്നിട്ട് പറഞ്ഞത്. അപ്പം തന്നെ മുഖ്യമന്ത്രി മറുപടി കൊടുക്കുകയും ചെയ്തു, ഒരു റിയാക്ഷൻ. ഈ പ്രാവശ്യം നമ്മൾ ഓർക്കേണ്ടത്, അമിത്ഷാ മാത്രമല്ല, മുഖ്യമന്ത്രി ഇതുവരെ ഒരു റിയാക്ഷനും ഈ കാര്യത്തിൽ നടത്തിയിട്ടില്ല. വാർത്തകൾക്കിടയിൽ വായിക്കുമ്പോൾ, വരികൾക്കിടയിൽ വായിക്കുമ്പോൾ. അതുപോലെ അമിത്ഷാ വളരെ സൗമ്യമായിട്ടുള്ള ഭാഷയിൽ, ഞാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു, ഒരു ന്യൂട്രൽ ഏജൻസിയെ ഇതേൽപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ശൈലി മാറ്റം, വാക്കുകളുടെ ഉപയോഗത്തിലുള്ള വ്യത്യാസം, അതിനൊരു റിയാക്ഷൻ ഇല്ലായ്മ, ഇതൊക്കെ നമ്മൾ ഈ വാർത്ത കാണുന്നവരെ വളരെയധികം ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് അങ്ങയുടെ ഒരു നിരീക്ഷണം, ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ. ഈ അമിത്ഷാ എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരന് ഇപ്പോൾ പുതുതായിട്ട് കേരളത്തിൽ വരുമ്പോൾ രാഷ്ട്രീയ പക്വത വന്നു എന്നൊന്നും വിചാരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അമിത്ഷാക്ക് അതാത് പോകുന്നിടത്തെ അതാത് കാലത്തെ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് വളരെ കൃത്യമായി ബോധ്യമുണ്ട് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെതിരെ അഗ്രസീവായൊരു നിലപാടെടുക്കാൻ ഇനി BJP തയ്യാറല്ല, അല്ലെങ്കിൽ തൽക്കാലത്തേക്കെങ്കിലും BJP സൗമ്യമായൊരു നിലപാടെടുക്കാൻ തീരുമാനിച്ചു എന്നാണ് വരികൾക്കിടയിൽ കൃത്യമായിട്ട് അമിത്ഷായുടെ മട്ടും ഭാവവും തെളിയിക്കുന്നതാണ്, വാക്കുകളും തെളിയിക്കുന്നതാണ്. ഒന്ന്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, രണ്ടാമത് അദ്ദേഹത്തിന്റെ ദൗർബല്യം. ഇപ്പൊ തൽക്കാലത്തേക്കെങ്കിലും പിണറായിയെ ജയിപ്പിച്ചു വിടുക, അല്ലെങ്കിൽ ജയിച്ചോട്ടെ എന്നൊരു നിലപാട് സ്വീകരിക്കുക അല്ലാതെ തൻ്റെ പാർട്ടിയെ ജയിപ്പിക്കുക എന്നൊരു നിലപാട് അദ്ദേഹത്തിന് ഉണ്ടെന്ന് കരുതാൻ വയ്യ. കാരണം ഇദ്ദേഹം ഉന്നയിച്ച ഇഷ്യൂസിലൊക്കെ അദ്ദേഹത്തിന്റെ പാർട്ടി എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് ഡബിൾ സ്റ്റാൻഡാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. ഇപ്പോൾ ശബരിമല ഇഷ്യൂവിൽ അദ്ദേഹത്തിന്റെ വിഖ്യാതമായ, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെന്റൻസ് മാതൃഭൂമിയുടെ തലക്കെട്ട എന്ന് വെച്ചാൽ, അയ്യപ്പന്റെ സ്വത്ത് രക്ഷിക്കാത്തവർ എങ്ങനെയാണ് വിശ്വാസത്തെ സംരക്ഷിക്കുക എന്ന്. രണ്ട് കാര്യം ഓർത്തു നോക്കൂ. അയ്യപ്പന്റെ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വിവാദം തുടങ്ങുന്ന എവിടുന്ന? വനിതകൾക്ക് പ്രവേശനം നൽകണം, യൗവനയുക്തകളായ എല്ലാ പ്രായത്തിലുള്ള വനിതകൾക്ക് പ്രവേശനം നൽകണമെന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ പിണറായി വിജയന്റെ ഗവൺമെന്റ് തയ്യാറായി എന്നുള്ളതാണുള്ള പ്രശ്നം. ആ വിഷയത്തിൽ ആദ്യം എടുത്തുചാടി നിലപാട് പറഞ്ഞത് സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണമെന്ന നിലപാടായിരുന്നല്ലോ BJPയുടെ ഭാഗത്ത് നിന്ന് എടുത്ത നിലപാട്. പിന്നീട് ആ നിലപാട് RSS നിലപാട് അതാണല്ലോ. അമിത്ഷാ ആരാണ്? അപ്പൊ RSS നിലപാട്, തുടക്കത്തിലെടുത്ത നിലപാടിൽ നിന്ന് പൊടുന്നനെ ജനവികാരം മനസ്സിലാക്കി മാറുകയാണ് ഉണ്ടായത്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ വിശ്വാസ സംരക്ഷണത്തിന് ഏറ്റവും വലിയ വിരുദ്ധമായ നിലപാടെടുത്തത് എന്നാണ് പിണറായി വിജയൻ? കഴിഞ്ഞ ഗവൺമെന്റ് കാലത്താണ്. അന്ന് അഗ്രസീവായ സമരമുഖത്ത് ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അന്ന് പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായിട്ട് എന്ത് നിലപാട് കേന്ദ്രത്തിന് എടുക്കാൻ പറ്റി? വളരെ കൃത്യമാണല്ലോ അത്. അയ്യപ്പന്റെ ആചാരങ്ങൾ ലംഘിക്കുന്നതിന് അങ്ങേയറ്റം കടുത്ത നടപടികൾ, സ്ത്രീകളെ ബലമായി പ്രവേശിപ്പിക്കാൻ, പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ, നവോത്ഥാന മതില് തീർക്കാൻ ഒക്കെ ചെയ്തൊരു കാലമുണ്ടല്ലോ. അന്ന് ഗവൺമെന്റ് എന്ത് നിലപാടെടുത്തു? ഒരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പൊ പറയുന്ന പ്രശ്നം എന്താ? അയ്യപ്പന്റെ സ്വത്ത് സംരക്ഷണം. അയ്യപ്പന്റെ സ്വത്ത് സംരക്ഷണം എന്താ? അയ്യപ്പന്റെ സ്വത്ത് സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായതാരാ? തന്ത്രിയാണ്. അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിക്കാൻ അവിടെ പോറ്റിയെ കയറ്റിക്കൊണ്ടുവന്ന ഇദ്ദേഹമാണ്. ഏത് പാർട്ടി ദേവസ്വം ബോർഡ് ഭരിക്കുമ്പോഴും, ഏത് ഗവൺമെന്റിന്റെ കാലത്തും എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ഒരു കാര്യം, ശബരിമലയിലെ എല്ലാ കൊള്ളക്കും വേണ്ടാധീനങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഒരു കക്ഷിയാണ് തന്ത്രി.
ആണല്ലോ. അവരെയാണെങ്കിൽ ആരും നിയമിച്ചതല്ല, അവർക്കൊരു യോഗ്യതയും വേണ്ട. ജസ്റ്റിസ് പരിപൂർണന്റെ മുമ്പിൽ ഒരു തന്ത്രി വന്നു നിന്ന് ഓർമ്മയില്ലേ? പെണ്ണ് കേസിൽ പെട്ടിട്ട് പരിപൂർണൻ ചോദിച്ചു, അങ്ങേക്ക് ഗായത്രി മന്ത്രം അറിയാവോ? അറിഞ്ഞൂടാ. അപ്പൊ അങ്ങ് സംസ്കൃതം പഠിച്ചിട്ടില്ലേ? സംസ്കൃതത്തിന്റെ ഒരു അക്ഷരം പോലും അറിയാതെ ഗായത്രി മന്ത്രം അറിഞ്ഞുകൂടാത്ത ഒരുത്തനാണ് പെണ്ണ് കേസിൽ തന്ത്രി ആയി പിടിക്കപ്പെട്ട് അവിടെ ചെന്നത്. ഒന്ന്. ഇപ്പോഴത്തെ കേസിൽ ആരാണ് ഈ പോറ്റിയെ അവിടെ കയറ്റിയത്? തന്ത്രിയെ നിയമിച്ചിട്ടില്ല. തന്ത്രിക്ക് യാതൊരു യോഗ്യതയും നിർണ്ണയിക്കുന്നില്ല. പാരമ്പര്യമായി തഴമൺ കുടുംബത്തിന്റെ വേര് വീണിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെയാണ് എൻ്റെ പോയിന്റ്. അതായത് BJPയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽപ്പെട്ട ആൾക്കാരും പ്രവർത്തകരും താഴമൺ തന്ത്രിയുടെ കുടുംബം പോയി സന്ദർശിച്ചു. അതുപോലെ തന്നെ BJPക്കാരുടെ അവരുടെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് തന്ത്രിയെ. ഈ വാക്കുകളൊന്നും ഒരക്ഷരം പോലും അമിത്ഷാ പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് അപ്പൊ തന്ത്രിയെ സംരക്ഷിക്കുന്ന ഒരു വാക്കും പറഞ്ഞിട്ടില്ല. അത് വാസ്തവത്തിൽ ഒരു തിരുത്താണ്. അപ്പൊ അതിന്റെ അർത്ഥം കേരളത്തിലെ ഇദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അദ്ദേഹത്തിന്റെ കേരളത്തിലെ പാർട്ടി വിലമതിക്കുന്നുണ്ടോ? സന്ദീപ് വാചസ്പതിയും കൂട്ടരും BJPയുടെ പ്രമുഖരായ വക്താക്കളും നേതാക്കളുമാണ്. അവര് പാർട്ടിയുടെ ആശീർവാദത്തോടു കൂടി തന്ത്രിയെ അറസ്റ്റ് ചെയ്ത ദിവസം താഴമൺ കുടുംബത്തിൽ പോകേണ്ട കാര്യം എന്താ? ഏത് തന്ത്രിയായാലും അയ്യപ്പന്റെ സ്വത്ത് കക്കുന്നവരെ, മോഷ്ടിക്കുന്നവരെ ശിക്ഷിക്കണം എന്നല്ലേ പറയേണ്ടത്? അതിന് പകരം ശബരിമലയിലെ അയ്യപ്പന്റെ സ്വത്ത് സംരക്ഷിക്കാൻ കഴിയാത്തവർക്ക് വിശ്വാസത്തെയും സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പരോക്ഷമായി ആർക്കുള്ളതാണത്? അയ്യപ്പന്റെ സ്വത്ത് സംരക്ഷിക്കാൻ കഴിയാത്ത തന്ത്രിയെ ഗവൺമെന്റ് ഒടുവിലാണെങ്കിലും അറസ്റ്റ് ചെയ്തപ്പോ ആ തന്ത്രിയെ സംരക്ഷിക്കുന്ന ആരാ? കുറ്റവാളിയെ രക്ഷിക്കുന്ന ആരാ? അപ്പോ അമിത്ഷായുടെ പ്രസ്താവന ദുർബലമായി പോകുന്നു എന്ന് അങ്ങേക്ക് തോന്നുന്നത്, അദ്ദേഹം വളരെ ശാന്തനായി പോകുന്നു എന്ന് തോന്നുന്നത് ഇദ്ദേഹം ഇവിടെ എത്തിയപ്പോൾ ശാന്തതയുടെ മരുന്ന് കഴിച്ചതുകൊണ്ടല്ല. അദ്ദേഹത്തെ മയക്കുന്ന തരത്തിലുള്ള ദുർബലവും അങ്ങേയറ്റം എന്താ പറയുക വൈരുദ്ധ്യാധിഷ്ഠിതവുമായ നിലപാടാണ് അദ്ദേഹത്തിന്റെ പാർട്ടി ഇവിടെ സ്വീകരിക്കുന്നത്. ഞാൻ ഈ ദുർബലമെന്ന് പറഞ്ഞതിനോട് വിയോജിക്കും. ഞാൻ പറഞ്ഞത് ശാന്തമായിരുന്നു, അഗ്രസീവ് ആയിരുന്നില്ല എന്നുള്ള വാക്കാണ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിന്റെ സ്ട്രാറ്റജി തീരുമാനിക്കുന്നത് കംപ്ലീറ്റ് അമിത്ഷായാണ്. കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് വികസനമായിരിക്കണം അജണ്ട എന്ന് പറഞ്ഞു, അതേപടി രാജീവ് ചന്ദ്രശേഖർ പാലിച്ചു. അവിടെ കോർപ്പറേഷൻ വിജയിച്ചു. പലർക്കും ആശങ്കയുണ്ടായിരുന്നു, വൈകാരിക വിഷയങ്ങളില്ലാതെ എങ്ങനെ ശബരിമലയെ പറ്റി പരാമർശിക്കില്ലെന്ന് പറഞ്ഞു, പരാമർശിച്ചില്ല, ജയിച്ചു. ഇപ്പം ഈ പ്രാവശ്യം ഞാൻ ചോദിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അമിത്ഷാ വന്ന് ഊന്നിയത് ഏതില്ല? വികസനം പറഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞു, കേരളത്തിൻ്റെ വികസനം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ വികസനത്തിലൂടെ ഇന്ത്യയുടെ വികസനമാണ്. അതാണ് അദ്ദേഹം പറഞ്ഞ വാക്ക്. വികസനത്തെപ്പറ്റി അത് പറഞ്ഞതിനേക്കാൾ അദ്ദേഹം ഊന്നൽ നൽകിയത് ഈ പറഞ്ഞ ശബരിമല സ്വത്ത് സംരക്ഷിക്കാൻ വയ്യാത്തവർക്ക് എങ്ങനെ കേരളത്തെ രക്ഷിക്കാൻ കഴിയും, കേരളത്തെ സംരക്ഷിക്കാൻ കഴിയും എന്നാണ് രാഷ്ട്രീയ നേതൃത്വത്തോടുള്ള ചോദ്യമാണ്, തന്ത്രിയോടുള്ള ചോദ്യമല്ല. പക്ഷേ തന്ത്രിയെ സംരക്ഷിക്കാനോ അനുകൂലമായിട്ട് പറയാനോ അത് ശ്രമിക്കുന്നു തയ്യാറായിട്ടില്ല. അതേ സമയത്ത് അദ്ദേഹത്തിന്റെ പാർട്ടി ഈ നിർണായകമായ ഘട്ടത്തിൽ, തന്ത്രി അറസ്റ്റിലായ ഘട്ടത്തിൽ തന്ത്രിയുടെ കൂടെ നിൽക്കുന്നു. അതിന് അദ്ദേഹം മറുപടി തിരുത്തായിട്ട് നമുക്ക് തിരുത്താവണം. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ്, അഖിലേന്ത്യാ തലത്തിലുള്ള ഏറ്റവും വലിയ നേതാവ് വന്ന് ഒരു നിലപാടെടുക്കുമ്പോൾ അതിന് വിരുദ്ധമായൊരു നിലപാട് കേരളത്തിലെ പാർട്ടി എടുക്കാൻ പാടില്ല. അദ്ദേഹം നിശബ്ദനാവുകയല്ലാതെ, ശാന്തനാവുകയല്ലാതെ യഥാർത്ഥ അമിത്ഷായുടെ സ്വഭാവം എടുക്കാൻ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് എങ്ങനെ സാധിക്കും? തിരിച്ചാണ്. അമിത്ഷാ ഈ നിലപാടെടുത്തോടുകൂടി കേരളത്തിലെ പാർട്ടിക്ക് തിരുത്തേണ്ടി വരില്ലേ? തന്ത്രിയെ സംരക്ഷിക്കുന്ന ആ നിലപാടിൽ നിന്ന് മാറുകയും ശബരിമല സ്വത്ത് സംരക്ഷിക്കാത്ത ഗവൺമെന്റിനെതിരെ അതിന് ന്യൂട്രൽ അന്വേഷണം വേണം എന്ന് പറഞ്ഞാണ് അവസാനത്തെ ഒരു നിലപാടെടുക്കേണ്ടി വരില്ല. അവസാനത്തെ ഈ പ്രശ്നത്തിലെ അവസാനത്തെ നിലപാട് എന്താ? ന്യൂട്രൽ ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കും. ന്യൂട്രൽ അത് വളരെ ഇമ്പോർട്ടന്റ്. ഏതാണ് സാർ ഇന്ത്യയിലെ ന്യൂട്രൽ ഏജൻസി? ന്യൂട്രൽ എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഏതെന്ന് ഞാൻ നോക്കാൻ ഉത്തരവില്ല. ന്യൂട്രൽ എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും കേന്ദ്ര ഏജൻസിയെ തന്നെയാണെന്നുള്ളത് സുവ്യക്തമല്ല. കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നു എന്ന് വിചാരിച്ചോളൂ. CBI ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. കേരളം പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള SIT അന്വേഷണം ഏകപക്ഷീയമാകാൻ സാധ്യതയുണ്ട്, ന്യൂട്രൽ അല്ല എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലേക്ക് ഇതപര്യന്തം കടന്നു വന്ന എത്ര കേന്ദ്ര ഏജൻസികളുടെ കേസുകൾ ഈ കേരളം ഭരിക്കുന്ന ഗവൺമെന്റിനെതിരായിട്ടുണ്ട്? ഒരു കേസിൽ ഒരു ചെറിയ നോട്ടീസ്, ഒരു 24 മണിക്കൂർ അറസ്റ്റ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ ന്യൂട്രൽ ഏജൻസി കേരളത്തിലെത്തുമ്പോൾ അമിത്ഷായെ പോലെ തന്നെ ശാന്തമായി പോകുന്നുണ്ട്. എവിടെ വെച്ചാണ് ഇത് നടക്കുന്നത്? പ്രശ്നം വളരെ സിമ്പിളാണ്. തൽക്കാലം അഖിലേന്ത്യാ തലത്തിൽ BJPയുടെ ഏറ്റവും വലിയ എതിരാളിയായ കോൺഗ്രസിനെ
അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ അതേ ഇന്ത്യ മുന്നണിയിലെ തന്നെ ഘടകകക്ഷിയായ CPM-നെ തൽക്കാലത്തേക്ക് വൈരുദ്ധ്യാധിഷ്ഠിതമായി അധികാരത്തിൽ ഇരുത്താം എന്ന് കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ടാവണം. അതിനപ്പുറത്തേക്കുള്ള അജണ്ടയൊന്നും. മാഷെ, ഞാനൊരു സംശയം ചോദിക്കുകയാണ്. നമ്മൾ ഈ പറയുന്ന ഈ ന്യൂട്രൽ എന്ന് പറയുമ്പോൾ ഒന്നീ കേന്ദ്ര ഏജൻസി അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏജൻസിയാണേ, അതിന് മധ്യത്തിലൊരു മാർഗം ഉണ്ടല്ലോ. നമ്മൾ അതിനെക്കുറിച്ച് കൂടെ ഒന്ന് വിചാരിക്കണ്ടേ? ഒരു ജുഡീഷ്യൽ അന്വേഷണം, കോടതിയുടെ ഒരു ജുഡീഷ്യൽ, അത് ന്യൂട്രൽ ആണല്ലോ. ആ ഒരു അന്വേഷണം കൂടി ആകാം അതിന്റെ സ്കോപ്പ്. ഏജൻസി അല്ല സർ, ഏജൻസി അല്ല, അന്വേഷണ സംവിധാനം. അതിന് വേറെ തന്നെ പറയും. ജുഡീഷ്യൽ അന്വേഷണം ആണെങ്കിൽ അത് നേരിട്ട് പറയും. ഇന്ന് വരെ അതുവരെ ആരും ഉന്നയിച്ചിട്ടില്ല. ഇത് പക്ഷേ രമേശ് ചെന്നിത്തല കൂടി ഉന്നയിച്ചതാണ് കേന്ദ്ര ഏജൻസി വരണം എന്നുള്ളത്. ന്യൂട്രൽ ഏജൻസി എന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള രാജ്യം മുഴുക്കെ ന്യൂട്രൽ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ന്യൂട്രൽ എന്ന് വിശേഷിപ്പിച്ചാൽ അതിന്റെ അർത്ഥം കേന്ദ്ര ഏജൻസി എന്നാണ്. കേന്ദ്ര ഏജൻസിയെ പലതവണ അദ്ദേഹം കേരളത്തിലേക്ക് അയച്ചിട്ടുണ്ട്. ഇപ്പോഴും SIO ആയിട്ട് വന്നിട്ടുണ്ട്, ED ആയിട്ട് വന്നിട്ടുണ്ട്, CBI ആയിട്ട് വന്നിട്ടുണ്ട്. വന്നതുപോലെ ഒക്കെ നനഞ്ഞ പടക്കമായി ഒക്കെ പോയിട്ടുണ്ട്. പിണറായി വിജയന്റെ മുമ്പിൽ ഇവരൊക്കെ നനഞ്ഞു പോകുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനാണ് അമിത്ഷാ ഉത്തരം പറയേണ്ടത്. തീർച്ചയായും അത് പറയാൻ അദ്ദേഹത്തിന് സാധിക്കാത്തതുകൊണ്ടാണ് അമിത്ഷാ അസാധാരണമായി ശാന്തനായി പോകുന്നത്. ABC ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.